ആത്മകൽപ്പനകളുടെ പ്രാധാന്യത്തെപ്പറ്റി ലോകത്തോട് ആദ്യം പറഞ്ഞത് ഫ്രഞ്ച് മനഃശാസ്ത്രകാരനായ ഡോക്ടർ എമിൽ ക്യൂ ആയിരുന്നു. അദ്ദേഹം തന്റെ അനവധി വർഷങ്ങളുടെ ഗവേഷണത്തിന് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു തന്നത് നിരന്തരമായി നാം നമ്മോട് തന്നെ നടത്തുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കഴിവിനെ പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് വഴി, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് വഴി അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് സംഭവിക്കുവാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി കൊടുക്കുന്നത് വഴി നമ്മുടെ തലച്ചോറിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുമത്രേ. ഈ രാസമാറ്റങ്ങൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കടുത്ത മാനസിക സമ്മർദ്ദമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വളരെ സാധാരണ നിലയിലുള്ള ഒരു മാനസിക നിലയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുവാനും സാധിക്കുമെന്ന്. അപ്പോൾ നിരന്തരമായി കൊടുക്കുന്ന, ഇപ്പോൾ നമുക്കൊരു വാഹനമാണ് വേണ്ടത് എങ്കിൽ എന്റെ സ്വപ്നവാഹനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വപ്നവാഹനം എന്നുള്ളിടത്ത് ഏത് ബ്രാൻഡിലുള്ള കാറ്, ഏത് കളറിലുള്ള കാറ്, അതിന് വളരെ വ്യക്തത ഉണ്ടാക്കുക. അതിനുശേഷം എന്റെ സ്വപ്നവാഹനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിരന്തരമായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിമിഷം പോലും ഈ വാഹനത്തെ പറ്റി, അയ്യോ ഇതെനിക്ക് കിട്ടുമോ, ഇതെനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ, ഇതിന്റെ ലോൺ എനിക്ക് കിട്ടുമോ, ഞാൻ എങ്ങനെ വാങ്ങിക്കും, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ വരവ് വളരെ കുറയുകയും പോസിറ്റീവായിട്ട് ആ കാറിനെ കുറിച്ച് പോസിറ്റീവായിട്ട് അത് നമുക്ക് കിട്ടിയതുപോലെ തന്നെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ദൃശ്യവൽക്കരണം നടത്തിക്കൊണ്ട് നാം നിരന്തരമായിട്ട് ഇത്തരത്തിൽ എന്റെ സ്വപ്നവാഹനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിരന്തരമായി പറയുന്നതിലൂടെ യാതൊരു സംശയവും വേണ്ട, ആ സ്വപ്നവാഹനം നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കും. കാരണം നിരന്തരമായി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാൽ ആ വാഹനത്തെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്തകൾ പാടെ മാറ്റുക വഴി ഉപബോധ മനസ്സിനെ നമുക്ക് ആ വാഹനം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുവാൻ കഴിയുകയും അത് യഥാർത്ഥത്തിൽ നമ്മളിൽ എത്തിച്ചേരുകയും ചെയ്യും.